നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇലയുടെ അതിന് നമ്മൾ ശർക്കരയൊന്ന് ഉരുക്കണം. ഉരുക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഏലക്കാപ്പൊടി തേങ്ങായും കൂടെ ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ അതിലായി ഇങ്ങനെ ഇതെല്ലാം വഴറ്റി ഇലക്കകത്ത് വെച്ചാണ് നമ്മളിന്ന് അടയുണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ അടയുണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പം കുഞ്ഞു എൻ്റെ കൂടെ അവളൊന്നും ഞാൻ എടുത്താലും കയറി എൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, നമുക്ക് ഇതിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ ശർക്കര അങ്ങനെ ഒന്ന് ഉരുകിയിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ഇങ്ങനെ ഇട്ടാൽ വെള്ളം ഇതിനകത്ത് ഒലിക്കത്തില്ല. അപ്പം ഇതിനകത്തോട്ട് നമുക്കൊരു ശകലം ഏലക്കാപ്പൊടി ഇടും. ഒരു ശകല ഏലക്കാപ്പൊടി ഇട്ടു നമ്മൾ. അപ്പം നമ്മൾ ഇച്ചിരി ഗോതമ്പൊടി ഇട്ടു, അതിനകത്തൊരു ശകലം ഉപ്പിട്ടു. ഇനി നമുക്ക് ഈ ഗോതമ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് മാവ് നമ്മൾ കുഴച്ച് വെച്ച് എത്രയും ചെറുതായിട്ട് നമുക്ക് വരുത്താവുന്ന അത്രയും നല്ലത്. നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കും. നമ്മളാ കുഴച്ച അതിൻ്റെ അകത്തോട്ട് തന്നെ ഇച്ചിരി വെള്ളം എടുത്ത് നമുക്ക് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഇലയട ഇതിൻ്റെ പേരാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത് വത്സൻ. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെയൊന്നും ഉണ്ടാക്കും. അപ്പം നമ്മുടെ വത്സനെല്ലാം അങ്ങനെ നമ്മൾ ചുട്ട് മടക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് വേവിടം വരെ ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് ചുട്ടിട്ട് മടക്കി. അപ്പം ഞാൻ അടുപ്പിലോട്ട് തന്നെയാണ് വെക്കുന്നത്. ആവി അങ്ങ് കയറിക്കും. നമ്മൾ ഈ ഇല വാട്ടണം. വാട്ടിയാലേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. വാട്ടിയില്ലേ കൊള്ളത്തെ. നമ്മുടെ തേങ്ങ നമ്മൾ ഇങ്ങനെ എടുത്താൽ എന്താ ഒലിക്കത്തില്ല. അല്ലെങ്കിൽ ഒല്ലാം ഒലിച്ച് എന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, നല്ലതായിട്ട്. നമ്മുടെ വത്സനെല്ലാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യും.